നമസ്കാരം. 2026 PSC, UPSC മത്സര പരീക്ഷകളിൽ ചോദിക്കുവാൻ ഏറെ സാധ്യതയുള്ള പ്രധാനപ്പെട്ട 25 ചോദ്യങ്ങളാണ് ഈ എപ്പിസോഡിൽ അടങ്ങിയിരിക്കുന്നത്. മുൻകാലങ്ങളിലെ ചോദ്യപേപ്പറുകളിൽ നിന്നും ആനുകാലിക വിഷയങ്ങളെയും അധികരിച്ചാണ് ഈ സീരീസിലെ ഓരോ എപ്പിസോഡും ശ്രദ്ധാപൂർവം തയ്യാറാക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന ഏത് രാജ്യത്തിൽ നിന്നാണ് കടമെടുത്തത്? ദ കോൺസെപ്റ്റ് ഓഫ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ in the Indian Constitution is borrowed from which country? ഉത്തരം ജപ്പാൻ. രണ്ടാമത്തെ ചോദ്യം, ഭരണഘടനാ ഭേദഗതികൾക്ക് രാഷ്ട്രപതിയുടെ സമ്മതി സംബന്ധിച്ച വ്യവസ്ഥ ഏത് അനുച്ഛേദത്തിലാണ്? Which article deals with the President's assent to constitutional amendment bills? ഉത്തരം അനുച്ഛേദം 368, ആർട്ടിക്കിൾ 368. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ 9ാം പട്ടിക ആദ്യം ഏത് ഭേദഗതിയിലൂടെയാണ് ചേർത്തത്? The 9th schedule of the Constitution was added by which amendment? ഉത്തരം 1951 ആദ്യ ഭരണഘടനാ ഭേദഗതി, First Constitutional Amendment Act 1951. നാലാമത്തെ ചോദ്യം, രാജ്യസഭ ഒരു ധനബിൽ എത്ര ദിവസത്തിനുള്ളിൽ തിരികെ അയക്കണം? Within how many days must the Rajya Sabha return a money bill? ഉത്തരം 14 ദിവസം, 14 days. ഈ 14 ദിവസത്തിനകം ഇത് മടക്കി അയച്ചില്ലെങ്കിൽ അത് പാസ്സായതാണ് കണക്കാക്കുന്നത്. അഞ്ചാമത്തെ ചോദ്യം, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന സിദ്ധാന്തം ഏത് അനുച്ഛേദത്തിലാണ്? വിച്ച് ആർട്ടിക്കിൾ മെൻഷൻസ് ദ പ്രിൻസിപ്പിൾ ഓഫ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി? ഉത്തരം അനുച്ഛേദം 75-3, ആർട്ടിക്കിൾ 75(3). ഇത് മന്ത്രിസഭയ്ക്ക് ലോക്സഭയോടുള്ള സംയുക്ത ഉത്തരവാദിത്വം വഹിക്കുന്നതാണ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആറാമത്തെ ചോദ്യം, എൽ നീനോ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ മൺസൂണിൽ സാധാരണ കാണുന്ന ഫലം ഏതാണ്? വാട്ട് ഈസ് ദ യൂഷ്വൽ ഇമ്പാക്ട് ഓഫ് എൽ നീനോ ഓൺ ദ ഇന്ത്യൻ മൺസൂൺ? ഉത്തരം മഴ കുറയുക, വീക്ക് അല്ലെങ്കിൽ ഡെഫിഷ്യന്റ് മൺസൂൺ. ഇതിന് പ്രധാന കാരണമായിട്ടുള്ള പസഫിക് സമുദ്രത്തിൽ ചൂട് വർദ്ധിക്കുന്നതാണ് ഇന്ത്യയിൽ മഴ കുറയ്ക്കുന്നത്. അതാണ് ഇതിന്റെ അടിസ്ഥാന തത്വം. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പഴക്കമുള്ള പാറ സമുച്ചയം ഏതാണ്? വിച്ച് ഈസ് ദ ഓൾഡസ്റ്റ് റോക്ക് സിസ്റ്റം ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്? ഉത്തരം അർക്കിയൻ പാറകൾ, ആർക്കിയൻ റോക്സ്. ഇന്ത്യയുടെ ഭൗമഘടനയുടെ ഏറ്റവും പുരാതനമായ ഒരു ഭാഗമാണ് ഇതിന് കണക്കാക്കുന്നത്. എട്ടാമത്തെ ചോദ്യം, ലാറ്ററൈറ്റ് മണ്ണ് സാധാരണ രൂപപ്പെടുന്നത് ഏത് കാലാവസ്ഥയിലാണ്? ലാറ്ററൈറ്റ് സോയിൽ ഈസ് ടിപ്പിക്കലി ഫോംഡ് അണ്ടർ വിച്ച് ക്ലൈമറ്റ്? ഉത്തരം ചൂടും ഈർപ്പവും കൂടിയ ഉഷ്ണമേഖലാ കാലാവസ്ഥ, ഹോട്ട് ആൻഡ് വെറ്റ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്. ഒൻപതാമത്തെ ചോദ്യം, ഇൽബർട്ട് ബിൽ ഈ വിവാദം ഏത് വർഷത്തിലായിരുന്നു? ദ ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സി ഒക്കേർഡ് ഇൻ വിച്ച് ഇയർ? ഉത്തരം 1883. ഈ ബില്ല് വിവക്ഷിക്കുന്നത് യൂറോപ്യന്മാരായ ഉന്നതാധികാരികളെ ഇന്ത്യൻ ജഡ്ജിമാർക്ക് വിചാരണ ചെയ്യാൻ അനുവദിച്ചതാണ്. ഇത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകാലത്ത് സംഭവിച്ചതാണ്. പത്താമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ഇന്ത്യയിൽ എവിടെ വെച്ചായിരുന്നു? Where did Gandhi launch
ഹിസ് ഫസ്റ്റ് സത്യാഗ്രഹ ഇൻ ഇന്ത്യ? ഉത്തരം ചമ്പാരൻ, ബീഹാർ. ഇത് 1917 ഈ നീല കൃഷിക്കാരുടെ പ്രശ്നങ്ങൾക്കെതിരെ ഗാന്ധിജി നേതൃത്വം കൊടുത്തതാണ് ഈ സമരം. 11ാമത്തെ ചോദ്യം. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് നടപ്പാക്കിയ ഗവർണർ ജനറൽ ആര്? വിച്ച് ഗവർണർ ജനറൽ ഇംപ്ലിമെന്റഡ് ദ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്? ഉത്തരം ലോർഡ് ഡൽഹൌസി പ്രഭു. ഇതിനെ ദത്തബഹാര നയം എന്ന് കൂടെ പറയപ്പെടുന്നുണ്ട്. ഇതനുസരിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രഭാവത്തിൽ കീഴിലായിരുന്ന ഒരു സാമന്ത രാജ്യത്തിലെ ഡിപെൻഡന്റ് സ്റ്റേറ്റ് ഭരണാധികാരി അയോഗ്യനാണെന്ന് തെളിയുകയോ അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവിക പിന്തുണക്കാർ ഇല്ലെങ്കിലോ ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ലയിക്കണം. ഇതായിരുന്നു അതിലെ വ്യവസ്ഥ. 12ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ റിപ്പോ റേറ്റ് നിശ്ചയിക്കുന്നത് ആരാണ്? ഹൂ ഡിറ്റർമൈൻസ് ദ റിപ്പോ റേറ്റ് ഇൻ ഇന്ത്യ? ഉത്തരം RBIയുടെ കീഴിലുള്ള മോണിറ്ററി പോളിസി കമ്മിറ്റി. 13ാമത്തെ ചോദ്യം. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് കൂടുതലായി കാണപ്പെടുന്നത് ഏത് മേഖലയിലാണ്? Disguised unemployment is most common in which sector? ഉത്തരം കൃഷി മേഖല, അഗ്രികൾച്ചർ സെക്ടർ. അതായത് ആവശ്യത്തിന് കൂടുതലായി തൊഴിലാളികൾ പ്രവർത്തിക്കുന്ന മേഖല, അതിനെയാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. 14ാമത്തെ ചോദ്യം. DNA ഇരട്ട ഹെലിക്സ് ഘടന കണ്ടെത്തിയത് ആരാണ്? Who discovered the double helix structure of DNA? ഉത്തരം വാട്സൺ ആൻഡ് ക്രീക്ക്. 1953 DNA ഘടന നിർദ്ദേശിച്ചത്. 15ാമത്തെ ചോദ്യം. ഓംസ് ലോ ഏത് ബന്ധം വ്യക്തമാക്കുന്നു? ഓംസ് ലോ ഡിസ്ക്രൈബ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വിച്ച് ക്വാണ്ടിറ്റീസ്? ഉത്തരം പ്രവാഹം, വോൾട്ടേജ്, പ്രതിരോധം. കറന്റ്, വോൾട്ടേജ് ആൻഡ് റെസിസ്റ്റൻസ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ V = IR ആ വൈദ്യുത ബന്ധത്തെ സൂചിപ്പിക്കുന്നു. 16ാമത്തെ ചോദ്യം. റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് ഏത് സംഘടനയാണ്? വിച്ച് ഓർഗനൈസേഷൻ പബ്ലിഷസ് ദ റെഡ് ഡേറ്റ ബുക്ക്? ഉത്തരം IUCN. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സ്. ഇത് പല പ്രാവശ്യം PSCയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അപകടാവസ്ഥയിലുള്ള ജീവികളെ പട്ടികപ്പെടുത്തി അതിനുള്ള സംരക്ഷണം ഉറപ്പുവരുത്തുന്നു. 17ാമത്തെ ചോദ്യം. മോൺട്രിയൽ പ്രോട്ടോകോൾ പ്രധാനമായും ഏത് പ്രശ്നവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദ മോൺട്രിയൽ പ്രോട്ടോകോൾ ഡീൽസ് വിത്ത് വിച്ച് ഇഷ്യൂ? ഉത്തരം ഓസോൺ പാളി സംരക്ഷണം, പ്രൊട്ടക്ഷൻ ഓഫ് ദ ഓസോൺ ലെയർ. പ്രധാനമായും ഓസോൺ പാളികളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. 18ാമത്തെ ചോദ്യം. ഫൈനാൻസ് കമ്മീഷൻ രൂപീകരിക്കുന്നത് ആരാണ്? ഹൂ കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദ ഫൈനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ? ഉത്തരം രാഷ്ട്രപതി, ദ പ്രസിഡന്റ്. ആർട്ടിക്കിൾ 280 പ്രകാരമാണ് രാഷ്ട്രപതി ചെയ്യുന്നത്. 19ാമത്തെ ചോദ്യം. എന്താണ് സീറോ FIR? വാട്ട് ഈസ് മെന്റ് ബൈ സീറോ FIR? ഉത്തരം ഫയലിംഗ് FIR അറ്റ് എനി പോലീസ് സ്റ്റേഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് ജൂറിസ്ഡിക്ഷൻ. അടിയന്തര കേസുകളിൽ സ്റ്റേഷൻ അതിർത്തി നോക്കാതെ എവിടെമെങ്കിലും കേസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് സീറോ FIR എന്നുദ്ദേശിക്കുന്നത്. 20ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണർ ആര്? ഹൂ വാസ് ദ ഫസ്റ്റ് വുമൺ ഗവർണർ ഓഫ് ആൻ ഇന്ത്യൻ സ്റ്റേറ്റ്? ഉത്തരം സരോജിനി നായിഡു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണറായിരുന്നു സരോജിനി നായിഡു. 21ാമത്തെ ചോദ്യം. ബ്ലൂ റെവല്യൂഷൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
ബ്ലൂ റെവല്യൂഷൻ ഈസ് റിലേറ്റഡ് ടു വിച്ച് സെക്ടർ? ഉത്തരം മത്സ്യോൽപാദനം, ഫിഷറീസ്. 22ാമത്തെ ചോദ്യം. സെക്യുലർ എന്ന പദം പ്രിയാമ്പിളിൽ ചേർത്തത് ഏത് ഭേദഗതിയിലൂടെയാണ്? Which amendment added the word secular to the preamble of our constitution? ഉത്തരം 42ാം ഭേദഗതി, 42nd amendment. 1976 അടിയന്തരാവസ്ഥ കാലത്താണ് ഇത് ചേർക്കപ്പെട്ടത്. 23ാമത്തെ ചോദ്യം. കാസിരംഗ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്തിലാണ്? കാസിരംഗ നാഷണൽ പാർക്ക് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഉത്തരം അസം. ഇവിടെ പൊതുവെ ഒറ്റക്കൊമ്പുള്ള കാണ്ടാമൃഗങ്ങൾ, റൈനോസറസ് യൂണിക്കോൺ കാണപ്പെടുന്നു. 24ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഏതാണ്? What was India's first satellite? ഉത്തരം ആര്യഭട്ട. ഇത് വിക്ഷേപിച്ചത് 1975-ലാണ്. അവസാനത്തെ ചോദ്യം 25. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രാബല്യത്തിൽ വന്നത് ഏത് വർഷമാണ്? ഇൻ വിച്ച് ഇയർ ഡിഡ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കം ഇൻ ടു ഫോഴ്സ്? ഉത്തരം 2005. ഇത് ഉദ്ദേശിക്കുന്നത് പൗരന്മാർക്ക് സർക്കാർ വിവരങ്ങൾ തേടാനുള്ള അവകാശമാണ്. ഇന്നത്തെ 25 ചോദ്യങ്ങൾ നിങ്ങളെ വിജയത്തിലേക്ക് ഒരു പടി കൂടി അടുത്താക്കി വിശ്വസിക്കുന്നു. കൂടുതൽ ചോദ്യങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.